السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി അല്ലാഹു ഇഷ്ടപ്പെട്ടവർ യാത്രയായതുപോലെ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരു നല്ല മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോ ദിനവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹദീസുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കരുണക്കടലായ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഗനമിൻ റളിയല്ലാഹു തആല അൻഹു യുബ്ലിഗു ബിഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറു ഇബാദില്ലാഹില്ലദീന ഇദാ റഉ ദുകിറല്ലാഹ് വശിറാറു ഇബാദില്ലാഹിൽ മശാഊന ബിന്നമീമതി അൽ മുഫർരിഖൂന ബൈനൽ അഹിബ്ബത്തിൽ ബാഗൂന ലിൽ ബുറാഇൽ ഗനത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അബ്ദുറഹ്മാൻ ഇബ്നു ഗൻം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരുമോ അവനാണ് അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാർ. ഏതൊരു മനുഷ്യനെ കാണുമ്പോഴാണോ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്, അവനാണ് ഉത്തമദാസൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ അവനാണ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും മോശമായവർ ഏഷണി പറഞ്ഞ് നടക്കുന്നവരും സുഹൃത്തുക്കൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്നവരും അള്ളാഹുവിൻ്റെ പതിവൃദ്ധരായ ദാസന്മാരെ വല്ല പാപത്തിലോ പ്രശ്നത്തിലോ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കാണുമ്പോഴാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത് അവർ അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാരാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും മോശമായവർ ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുക, സുഹൃത്തുക്കൾക്കിടയിൽ തമ്മിലടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ പാപത്തിലും പ്രശ്നത്തിലും ജനങ്ങളെ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിക്കുന്നവർ, ഇവരെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബ്റൈനി ഫഖാല ഇന്നഹുമാ ല യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി في قبره أما هذا فكان لا يستتر من بوله وأما هذا فكان يمشي بالنميمة. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, രണ്ട് ഖബറുകൾക്കരികിലൂടെ കടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഈ രണ്ടു ഖബറുകളിൽ ശിക്ഷ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കൽ പ്രയാസകരമായ വലിയ വിഷയത്തിലൊന്നുമല്ല അവരെ ശിക്ഷിക്കപ്പെടുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് ഇങ്ങനെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിന്റെ അകത്ത് ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ കാണുന്ന രണ്ട് ഖബറുകളിലും ശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാ. ഏത് വിഷയത്തിൽ വലിയ പാപങ്ങൾ ചെയ്തതിന്റെ പേരിലൊന്നുമല്ല, സൂക്ഷിക്കാൻ കഴിയുന്ന നിസ്സാരമായ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് അള്ളാഹു ഇവരുടെ ഖബറിന്റെ അകത്ത് അദാബ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മൂത്രത്തുള്ളികളിൽ നിന്ന് സൂക്ഷിച്ചിരുന്നു, മലമൂത്ര വിസർജനങ്ങൾ നടത്തി കഴിയുമ്പോൾ നല്ല നിലയിൽ അത് വൃത്തിയാക്കുകയും അതിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമൻ ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുന്നവനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുക, അവൻ്റെ ഖബറിൻ്റെ അകത്തുണ്ടായ ശിക്ഷ 24 മണിക്കൂറും ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസിൻ യഖ്മിശൂന വുജൂഹഹും
وصدورهم فقلت يا من هؤلاء يا جبريل قال هؤلاء الذين يأكلون لحوم الناس ويقعون في أعراضهم. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ മിഅ്റാജിൽ പോയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ മിഅ്റാജിൽ പോയപ്പോൾ ചില ആളുകളുടെ അരികിലൂടെ കടന്നുപോയി. അവരുടെ നഖം പിച്ചള കൊണ്ടുള്ളതായിരുന്നു. അതുകൊണ്ട് അവരുടെ മുഖങ്ങളും നെഞ്ചുകളും മാന്തി പിളർക്കുന്നു. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇവർ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവർ മനുഷ്യരുടെ ഇറച്ചി തിന്നുമായിരുന്നു. അതായത് പരദൂഷണം നടത്തുകയും അഭിമാനക്ഷതം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മെഹറാജിന്റെ രാത്രിയിൽ കണ്ട ഒരു സംഭവമാണ് കയ്യിൽ പിച്ചളയുടെ നഖം. അതുകൊണ്ട് അവരുടെ മുഖങ്ങൾ, മാംസങ്ങൾ വലിച്ചു പറിക്കുന്നു, നെഞ്ചുകൾ വലിച്ച് പിളർത്തു കളയുന്നു. വല്ലാത്തൊരവസ്ഥയിൽ കിടന്ന് അദാബുകൾ, വല്ലാത്ത ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ജിബ്രീലേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അവിടെന്ന് പറഞ്ഞു, നബിയെ, ഇവര് മനുഷ്യരുടെ ഇറച്ചി തിന്നുന്നവരായിരുന്നു നബിയെ. പരദൂഷണം പറയുകയും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരെ നാണം കെടുത്തുകയും ചെയ്ത ഒരു വിഭാഗമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കഠിനമായ ശിക്ഷയാണ് അള്ളാഹു നാളെ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർതഫഅത് റീഹുൻ മുൻതിനതുൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതദറൂന മാ ഹാദിഹി റീഹ് ഹാദിഹി റീഹുൽ ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ. ജാബിർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം ഉയരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് ആരുടെ ദുർഗന്ധമാണെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിമീങ്ങളുടെ ഗീബത്ത് പറയുന്നവരുടെ ദുർഗന്ധമാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത ദുർഗന്ധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഅൻ അബീ സഈദ് റളിയല്ലാഹു തആല അൻഹു വജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഖാലു യാ റസൂലല്ലാഹ് വകൈഫൽ ഗീബത്തു അശദ്ദു മിനസ് الزنا قال إن الرجل ليزني فيتوب الله عليه وإن صاحب الغيبة لا يغفر له حتى يغفرها له صاحبه. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും നിവേദനം ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഗീബത്ത് വ്യഭിചാരത്തെക്കാൾ കഠിനമേറിയതാണ്. മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ, ഗീബത്ത് വ്യഭിചാരത്തിനേക്കാളും കഠിനമേറിയതാണ്. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഗീബത്ത് വ്യഭിചാരത്തെക്കാൾ കാഠിന്യമാകുന്നത് എങ്ങനെയാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഒരാൾ വ്യഭിചാരത്തിന് ശേഷം തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാ. എന്നാൽ ഗീബത്ത് പറയപ്പെട്ടവൻ മാപ്പ് ചെയ്യുന്നതുവരെ ഗീബത്ത് പറഞ്ഞവൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പ് അല്ലാഹു നൽകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിച്ചവൻ അവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ പശ്ചാത്തപിച്ച അള്ളാഹ് അവന് പുറത്തു കൊടുക്കും. ഞാൻ മറ്റൊരാളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും ഗീബത്തും പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞോ അവനോട് പോയി പൊരുത്തം ചോദിച്ച അവൻ എനിക്ക് പുറത്തു തരുന്നതല്ലാതെ എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പ് ലഭിക്കില്ല എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് ഗീബത്ത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദറൂന മൽ ഗീബ ഖാലു അല്ലാഹു വറസൂലുഹു അഅലം ഖാല ദിക്റുക അഖാക ബിമാ യക്റഹു ഖീല അഫറഅയ്ത ഇൻ കാന മിൻ അഖീ മാ അഖൂലു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? മുത്തുനബി ചോദിക്കുകയാ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. നബിയെ, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനുമല്ലേ കൂടുതൽ അറിയുന്നവർ, ഞങ്ങൾക്കറിവില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, തൻ്റെ സഹോദരന്റെ അഭാവത്തിൽ അവനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അയാളിൽ ഉള്ളതാണെങ്കിലോ, ഈ സ്വഭാവം, ഈ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ ഗീബത്താകുമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാളിലുള്ള കാര്യമാണെങ്കിലും ഗീബത്ത്, അയാളിൽ ഉള്ള കാര്യമാണെങ്കിലും ഗീബത്ത്, അല്ലെങ്കിൽ നീ അവൻ്റെ മേൽ ബുഹ്താൻ, അപവാദം പറഞ്ഞിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യമാണെങ്കിലും അത് പറയാൻ പാടില്ല, അവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഗീബത്താണ്. ഇനി ഇല്ലാത്ത കാര്യമാണ് നീ പറഞ്ഞതെങ്കിൽ അത് അപവാദമായി പരിഗണിക്കപ്പെടും. നാളെ അതിന് വലിയ ശിക്ഷയാണ് അള്ളാഹു അപവാദം പ്രചരിപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇതുപോലെയുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളുടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കൊറോണ ഒക്കെ ബാധിച്ച് കിടക്കുന്നവർ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കരുത്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.